Hello friends, welcome to the channel. We have a bank freeze video. This is actually a solution. Actually 100% fully working, but normally actually a solution. 80% actually a solution almost work out. That video actually views almost അപ്പോൾ നമ്മൾ അതിന്റെ ഒരു അപ്ഡേറ്റ് പോലെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അറിയാം അതിനുശേഷം ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുടെ അക്കൗണ്ട് ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താ സ്കാം പോലെയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ കുറേ ന്യൂസ് ചാനലിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ചാനലിലടക്കം ഇതിൻ്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരാൾ ഷെയർ ചെയ്താണ് നമ്മൾ ഒരാളുടെ അക്കൗണ്ട് ഫ്രീസ് ആയിട്ടത് ഞാൻ കുറേ ഗുജറാത്തിൻ്റെ സൈബർ പോലീസിൻ്റെ കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവർ അവിടെ പോയി ചോദിക്കുമ്പോൾ ഇവർ കാശ് ചോദിക്കുകയെന്ന് പറയണത്. അപ്പോൾ ഇത് ആക്ച്വലി സ്കാം പോലെയൊക്കെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇത് കൈക്കൂലി കിട്ടാനും സംഭവത്തിനൊക്കെ ആയിട്ടുള്ള സ്കാം പോലെയൊക്കെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇവർ എന്താ വരെ ആലോചിക്കുന്നത്. കുറേ നമ്മുടെയൊക്കെ ഇപ്പോൾ ഇതിൻ്റെ എക്സ്പേർട്ടൊക്കെ പറയുന്നത് ആക്ച്വലി ഇത് ബാങ്കിൻ്റെ തെറ്റാണ്. എന്ന് വെച്ചാൽ ഒരു ട്രാൻസാക്ഷൻ ഫ്രോഡ് അക്കൗണ്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ മാത്രമേ ബ്ലോക്ക് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ അതിന് മുമ്പും ഒരു ഇൻറ്റിമേഷനും അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കണം കസ്റ്റമേഴ്സിന്. ഇതൊന്നും ചെയ്യുന്നില്ല ഇവർ. ജസ്റ്റ് ഒരു ടാഗ് എന്താ പറയുക ആ കേസ് ഐ ഡിയും അതുപോലെ കേസ് ഐ ഡി ഫുൾ കൊടുക്കുന്നില്ല. വേറെ ആരും എവിടെ നിന്നാണ് ബ്ലോക്കിങ് വന്നേക്കുന്നത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് വെച്ചാൽ എങ്ങനെ ഒരു കണ്ടുപിടിക്കാനാണ് ഇവരെന്താ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് യു പി ഐ എന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആരെങ്കിലും പിന്നെ യു പി ഐ ഉപയോഗിക്കും. ഞാൻ ആക്ച്വലി നമ്മുടെ യു പി ഐ സംഭവങ്ങളൊക്കെ ഡീരജിസ്റ്റർ ചെയ്ത് കളഞ്ഞു. ഞാൻ ആമസോൺ പേ ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കളഞ്ഞു. എന്ന് വെച്ചാൽ ചുമ്മാ ഇപ്പോൾ കുറേ പേരപ്പോൾ വിചാരിക്കും നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ ആരെങ്കിലും അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വന്നാലേ കുഴപ്പമുള്ളൂ. അപ്പോൾ നമ്മളത് ഇപ്പോൾ നോർമൽ ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ സ്കാനിങ് കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കണമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ കുറേ പേർക്ക് നമ്പറിലേക്ക് ഏതോ അൺനോൺ നമ്പറിലേക്ക് ട്രാൻസാക്ഷൻ വന്നിട്ട് അങ്ങനെ ബ്ലോക്ക് ആയി പോകുന്നുണ്ട്. അതായത് ഒരു സ്കാം പോലെ ബ്ലോക്ക് ആക്കാൻ വേണ്ടി ഏതോ നമ്പറിൽ നിന്ന് അയക്കുക. ഒരു രൂപ 2 രൂപ 10 രൂപയൊക്കെ അയച്ചിട്ട് ബ്ലോക്ക് ആക്കണ കുറേ പേര് അങ്ങനെ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഗൂഗിൾ പേയിലൊക്കെ നമ്മുടെ നമ്പർ മതിയല്ലോ. അപ്പോൾ പണി കിട്ടാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതൊക്കെ ഡീരജിസ്റ്റർ ചെയ്ത് കളഞ്ഞു. ഞാൻ ഇപ്പോൾ ആകെ ഗൂഗിൾ പേ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അതൊരു മെത്തേഡ് നമ്മൾ സൊല്യൂഷനായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് ഫുള്ളായിട്ട് യു പി ഐനെ എടുത്ത് കളയാനും പറ്റില്ല, ഗൂഗിൾ പേനെ എടുത്ത് കളയാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആക്ച്വലി ആ സൊല്യൂഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആ സൊല്യൂഷൻ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുന്നതായിരിക്കും നല്ല കേട്ടോ. അപ്പോൾ 2 ദിവസം മുമ്പ് ഇട്ടിട്ടുള്ളതാണ്. ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാൻ പറഞ്ഞാൽ മുകളിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സ്ഥിതിയിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ ആ സൊല്യൂഷൻ ചെയ്യുക, അല്ലെങ്കിൽ രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ള യു പി ഐസ് ഒക്കെ ഡീരജിസ്റ്റർ ചെയ്ത് കളയാട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞാൻ ആക്ച്വലി ഗൂഗിൾ പേ മാത്രമാക്കി. എന്ന് വെച്ചാൽ മുമ്പ് എല്ലാത്തിലും ATM-ലും എല്ലാത്തിലും ഉണ്ടായിരുന്നു. ഞാൻ എല്ലാത്തിലും രജിസ്റ്റർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നിന്ന് 10 രൂപ വന്നാൽ മതി, ആ അക്കൗണ്ട് ഫുൾ ഫ്രീസായി കിട്ടി. പിന്നെ അത് അൺലോക്ക് ചെയ്യാനും പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടില്ലേ. നമുക്ക് ഒരു സാധനം ട്രാൻസാക്ഷൻ ചെയ്യാൻ ഒന്നും പറ്റില്ല. നമുക്ക് EMIs ഉണ്ടായിരിക്കും, നമുക്ക് കാര്യങ്ങൾ നടന്നു പോകണ്ട, ചിലവ് ഒന്നും നടക്കില്ല. ഇപ്പോൾ ഫ്രീസ് ആയവരുടെ അക്കൗണ്ടൊക്കെ 3 മാസം 4 മാസമായിട്ട് ഫ്രീസ് ആയ അവിടെ കിടക്കുകയാണ് ഒരു രക്ഷയില്ലാണ്ട്. അപ്പോൾ ഇത് ഭയങ്കര സീരിയസ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇത് അതുപോലെ തന്നെ മറ്റേ ഫസ്റ്റ് വീഡിയോ കാണാനും മറക്കണ്ട. എന്താ വെച്ചാൽ നിങ്ങൾക്ക് യു പി ഐ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സൊല്യൂഷൻ ഒന്ന് ഇട്ട് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അത് ഡീരജിസ്റ്റർ ചെയ്ത് കളയായിരിക്കും നല്ല കേട്ടോ. ആക്ച്വലി ഒരു ക്രെഡിറ്റ് കാർഡ് യു പി ഐ എന്നൊക്കെ പ്രൊമോട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക വളർത്തി വന്ന് അടിവെട്ടുന്ന പോലത്തെ സ്ഥിതിയാണ് ഇപ്പോൾ കാണിച്ചത്. ഒന്നും നമുക്ക് പറയാനില്ല വേറെ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അതിൻ്റെ ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.